മുട്ടിൽ മരമുറി കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനം വൈകുന്നു. അന്വേഷണ സംഘം ശുപാർശ നൽകിയിട്ട് 1 വർഷമായിട്ടും പ്രോസിക്യൂട്ടർ നിയമനമായില്ല. 41 കേസുകളിലാണ് ബത്തേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 36 കേസുകളിലും അഗസ്റ്റിൻ സഹോദരന്മാരാണ് പ്രതികൾ. കമൽ വിവരങ്ങളുമായി ചേരുന്നു. കമൽ, ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ടാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനം ഇത്രയും വൈകുന്നത്? ഈ 36 കേസുകളിലും 2 സഹോദരന്മാർ തന്നെയാണല്ലോ പ്രതികൾ. മോത്തി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് 1 വർഷം മുൻപ് ഈ ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനത്തിനായി 3 അഭിഭാഷകരുടെ പാനൽ സമർപ്പിച്ചത്. ആ പാനലിൽ നിന്നുള്ള ശുപാർശ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസും സർക്കാരിന് നൽകിയതാണ്. പക്ഷേ സർക്കാർ അക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തില്ല. ഇത് പല സ്വാധീനങ്ങളുടെയും രാഷ്ട്രീയ താല്പര്യങ്ങളുടെയും ഭാഗമായാണ് ഇത് വൈകിക്കുന്നത് എന്ന് അന്ന് തന്നെ ആരോപണമുണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടായി. പക്ഷേ ഇപ്പോഴും പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. കാരണം വലിയ കേസാണ്. 85,000 പേജുകളുള്ള കുറ്റപത്രമാണ് 41 കേസുകളിൽ അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത് സുൽത്താൻ ബത്തേരി കോടതിയിൽ. 5 വർഷം മുൻപാണ് ഈ സർക്കാർ ഭൂമിയിൽ നിന്ന് സർക്കാരിലേക്ക് റിസർവ് ചെയ്ത കോടികൾ വിലമതിക്കുന്ന ഈട്ടി മരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണ ചുമതല നൽകിയത്. ഡിവൈഎസ്പി വി ബെന്നിയായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ തലവൻ. അന്വേഷണം പൂർത്തിയാക്കി 4 വർഷം കൊണ്ടാണ് ഇത്രയും പേജുകളുള്ള കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിച്ചത്. ആൻഡോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവരാണ് ഈ 41-ൽ 36 കേസുകളിലെയും പ്രതികൾ. 5 കേസുകളിൽ മറ്റ് ഭൂവുടമകൾ പ്രതികളായിട്ടുണ്ട്. എന്തായാലും സർക്കാരിന് 14 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയ കേസാണ്. സർക്കാരിലേക്ക് നിക്ഷിപ്തമായ ഈട്ടി മരങ്ങളാണ് മുറിച്ച് കടത്തിയത് മുട്ടിൽ വില്ലേജിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. ആ കേസിലാണ് ഇനി വിചാരണ തുടങ്ങണമെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനം നടക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളത്. ഇടത് സർക്കാർ നേരത്തെ അഡ്വക്കേറ്റ് ജോസഫ് മാത്യുവിനെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം സ്വീകാര്യമല്ല. അതിന് പകരം ആളെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം സർക്കാരിനെ സമീപിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ മാറ്റി. പക്ഷേ പകരം ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ ഇതുവരെ നിയമിച്ചിട്ടില്ല. മോത്തി, ശരി.